ഹായ് ഫ്രണ്ട്സ്, ഡി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇടനിലക്കാരില്ലാതെ ബ്രോക്കർ കാശ് കൊടുക്കാതെ ഒരു 2 നില വീട് നേരിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്ത് സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായി കാണാം. വീടിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിലുണ്ടായിരിക്കും. വീഡിയോയുടെ അവസാനം വീടിന്റെ ഓണറുടെ പേരും കോണ്ടാക്റ്റും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ച് വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത് മംഗലം ഡാം എന്ന് പറയുന്ന ടൂറിസ്റ്റ് ലൊക്കേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ്. 2 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് നിൽക്കുന്നത്. വീഡിയോ കാണുന്നവരുടെ ആരുടെയെങ്കിലും ഇതുപോലെ പ്രോപ്പർട്ടി വല്ലതും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും. 4 ബെഡ്റൂമും 2 ഹാള്, ഒരു കിച്ചൺ വർക്ക് ഏരിയ, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, ഇങ്ങനെയാണ് ഈ വീടിന്റെ സ്ട്രക്ചർ. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ഹാള്, മെയിൻ ഹാളാണിത്. അത്യാവശ്യം നല്ല വലിപ്പത്തോടുള്ള ഹാളാണ്. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഹാളുണ്ട്, അത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് മുകളിലോട്ടുള്ള അപ്സ്റ്റെയർ. ഇതാണ് ഡൈനിങ് ഹാള്. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം തന്നെ. മാസ്റ്റർ ബെഡ്റൂം ഏകദേശം 12 വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. താഴത്തെ 2 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. അതുപോലെ ഫുൾ ഫർണിഷ്ഡ് വീടാണ്. വാളില് ഷെൽഫുകളുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂമാണ്. ഈ ബെഡ്റൂമിലേക്കും ഈ സ്റ്റോർ റൂമിലേക്കും ഈ ഹാളിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ കാണുന്നതാണ് സ്റ്റോർ റൂം. ഈ സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. സ്റ്റോർ റൂമിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിന് നേരെ ഓപ്പോസിറ്റ് ഡൈനിങ് ഹാള്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ്ങോട് ചേർന്നാണ് അപ്സ്റ്റെയർ വരുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാഷ് ബേസിനിലേക്ക് കിടക്കുന്ന എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നല്ല വലിപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. അതിൽ വാളിൽ നല്ലൊരു ഷെൽഫുണ്ട്, അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബാത്റൂമൊക്കെയാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും വാളിൽ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു അലമാരയുടെ ആവശ്യം ഈ വീടിനില്ല. എല്ലാ ബെഡ്റൂമുകളിലും ഷെൽഫുകൾ വാളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫർണിഷ്ഡ് ആണ്. ഈ ബെഡ്റൂമിന് ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ്, അതായത് വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ കാണുന്നതാണ് വാഷ് ബേസിൻ. കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. അടിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു ഷെൽഫ് വരുന്നുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. മിക്സി ഗ്രൈൻഡറിനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ അതുപോലെ ബെർത്ത് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യത്തോടുള്ള നല്ലൊരു കിച്ചൺ തന്നെയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ ഒരു ചെറിയൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നല്ല വെളിച്ചം കിടക്കും. അങ്ങനെ ഇതാണ് കിച്ചണിൻ്റെ സ്പേസ്. ഇനി നമുക്ക് അപ്സ്റ്റെയർ കയറി മുകളിലത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കാണാം. അപ്സ്റ്റെയർ നല്ല അത്യാവശ്യം വീതിയുള്ള ഒരു അപ്സ്റ്റെയർ ആണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മുകളിലോട്ട് കയറ്റി കൊണ്ടുപോകാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മുകളിലെത്തി. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ആണിത്. മുകളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. മുകളിലെ ആദ്യത്തെ ബെഡ്റൂം ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല വലിപ്പമുള്ള, താഴത്തെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ മുകളിലൊരു ബെഡ്റൂം എടുത്തിട്ടുണ്ട്. അതിനും ഷെൽഫ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാത്റൂം. അത് ബാത്റൂം കോമൺ ആണ്, അറ്റാച്ച്ഡ് അല്ല. മുകളിലത്തെ 2 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുകയാണ്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് പുറത്തേക്കുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം വാഷ് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണക്കാനിടാം. അപ്പം അങ്ങനെ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ ഗ്രില്ല് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കിടക്കും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം, മുകളിലത്തെ അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ആ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഓവൽ ഷേപ്പിലേക്കാണ്, റൗണ്ട് ഷേപ്പിലേക്കാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ട് സൈഡിലും വിൻഡോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചത്തിന് ഒരു കുറവില്ല. എല്ലാ ബെഡ്റൂമുകളിലും നല്ല വെളിച്ചം കിടക്കുന്നുണ്ട്. ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല പകൽ സമയത്ത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ മുകളിൽ ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു വ്യൂ ആണ്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. വീടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം എല്ലാ ഏരിയയും കാണാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ. ഈ കാണുന്നതാണ് അപ്പോൾ വീടിൻ്റെ ഓണറുടെ പേര്, അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ. അപ്പോൾ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ, സീ യു.